പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. 1928 ജൂൺ 24 പാലക്കാട് സുബ്രഹ്മണ്യൻ നാരായണിക്കുട്ടി ദമ്പതികളുടെ മകനായിട്ടാണ് എലപ്പുള്ളി മനയങ്കത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ ജനിച്ചത്. 4 വയസ്സിൽ തന്നെ അച്ഛൻ മരിച്ചു. നിരാലംബമായ ആ കുടുംബത്തെ പോറ്റാൻ കഴിയാതെ അമ്മ മക്കളെയും കൊണ്ട് ആത്മഹത്യയ്ക്ക് മുതിർന്നു. പക്ഷേ ഭാഗ്യമെന്നോണം മുത്തച്ഛൻ അവിടെ എത്തി. മരണവക്ത്രത്തിൽ നിന്നും അവരെ മുത്തച്ഛൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ വാർഡനായിരുന്നു മുത്തച്ഛൻ. പിന്നെ അവിടെ ആയിരുന്നു സ്കൂൾ പഠനവും മറ്റും. ചെറുപ്പത്തിലെ സംഗീതത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന വിശു പാട്ട് കേൾക്കാനുള്ള ഇഷ്ടം കാരണം സിനിമാ തിയേറ്ററിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് ഇത് ചെയ്തത്. കാരണം പാട്ട് കേൾക്കുന്നത് മാത്രമായിരുന്നു വിഷുവിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വിഷു പലപ്പോഴും പോയിരുന്നത് ആ നാട്ടിലെ പ്രശസ്തനായ ഭാഗവതർ നീലകണ്ഠ ശർമ്മയുടെ വീടിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ അദ്ദേഹം കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നത് പുറത്തു നിന്ന് മണിക്കൂറുകളോളം വിഷു കേട്ടു. ഒരു ദിവസം ഭാഗവതർ കള്ളനെ പിടികൂടി. അലിവ് തോന്നിയ ഭാഗവതർ അവനെ ശിഷ്യനാക്കി. പക്ഷേ വിശ്വനാഥൻ്റെ പ്രതിഭ ശരിക്കും ഭാഗവതർ തിരിച്ചറിഞ്ഞത് ഒരു വിദ്യാരംഭ ദിവസം ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടുന്ന വിശ്വനാഥനെ കണ്ടപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. വിശ്വനാഥനെ ചേർത്ത് പിടിച്ച് ആ മൂർധാവിൽ അനുഗ്രഹിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളോടെ കണ്ണൂർ ടൗൺ ഹാളിൽ നല്ലൊരു കച്ചേരി വിശ്വനാഥന് നടത്താൻ സാധിച്ചു. 13 വയസ്സായപ്പോഴേക്കും തന്നെ ആദ്യത്തെ പൊതുപരിപാടി തിരുവനന്തപുരത്ത് വെച്ച് വിശ്വനാഥൻ നടത്തുകയുണ്ടായി. എങ്ങനെയെങ്കിലും സിനിമയിൽ കയറുക എന്നതായിരുന്നു വിശ്വനാഥൻ്റെ മോഹം. അങ്ങനെ മദ്രാസിലേക്ക് യാത്ര തിരിച്ചു. തുടക്കത്തിലേറെ കഷ്ടപ്പെട്ടു. അവസരത്തിന് വേണ്ടി അലഞ്ഞു നടന്നു. അവസാനം കണ്ണകി എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിക്കുവാൻ ഭാഗ്യമുണ്ടായി. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സിനിമ ഇറങ്ങിയപ്പോൾ വിശ്വനാഥൻ അഭിനയിച്ച രംഗം അതിലുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്കാണ് സിനിമാ സംഗീത സംവിധായകരായ സുബ്ബയ്യ നായിഡുവിൻ്റെയും ആർ സുബ്ബരാമൻ്റെയും സഹായിയായിട്ട് പ്രവർത്തിക്കുവാൻ വിശ്വനാഥന് ഭാഗ്യമുണ്ടായത്. ആദ്യകാലങ്ങളിൽ സുബ്ബയ്യ നായിഡുവിൻ്റെ ഹാർമോണിയം തുടച്ചു വയ്ക്കലായിരുന്നു പണി. ആ സമയത്താണ് തൻ്റെ സംഗീത ജീവിതത്തിലെ നിർണായക ഭാഗമായി മാറിയ പ്രശസ്ത വയലിനിസ്റ്റ് TK രാമമൂർത്തിയെ വിശ്വനാഥൻ പരിചയപ്പെടാനിടയായത്. ആ കൂട്ടുകെട്ട് പിന്നീട് വളർന്നു. അവസാനം വിശ്വനാഥൻ ചോദിച്ചു, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് സിനിമയ്ക്ക് സംഗീതം ചെയ്താലെന്താ? അങ്ങനെ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സംഗീത കൂട്ടായ്മ അവിടെ പിറക്കുകയായിരുന്നു. ഗുരുനാഥൻ സുബ്ബരാമൻ 1952 പെട്ടെന്ന് മരിച്ചപ്പോൾ അദ്ദേഹം ചെയ്തു പൂർത്തിയാക്കാത്ത സിനിമയും പശ്ചാത്തല സംഗീതവുമെല്ലാം ചെയ്യുവാൻ ഇവർക്ക് രണ്ടുപേർക്കും ഭാഗ്യമുണ്ടായി. അങ്ങനെ 1952 മുതൽ 1965 വരെ ഈ കൂട്ടുകെട്ട് ഒരു ജൈത്രയാത്ര തന്നെ തുടർന്നു. 100-ലധികം സിനിമകൾക്ക് ഇവർ സംഗീതം പകർന്നു. കണ്ണദാസൻ എന്ന മഹാകവിയായിരുന്നു അവരുടെ സംഗീതത്തിന് കൂടുതലും കവിതകൾ രചിച്ചത്. വിശ്വനാഥൻ എന്ന ആ സംഗീതജ്ഞൻ നമ്മളേവരും ആരാധിക്കുന്ന MS വിശ്വനാഥൻ സാർ എന്ന പേരിൽ അറിയപ്പെട്ടു. മെല്ലിസൈ മന്നൻ എന്ന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാരായ MGR, കരുണാനിധി, ജയലളിത എന്നിവരുടെ എല്ലാം സിനിമകളിൽ ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത് MS വിശ്വനാഥൻ സാറിന് മാത്രം ലഭിച്ച ഭാഗ്യമാണ്. നമ്മളുടെ ഭാവഗായകൻ ജയേട്ടനെ ആദ്യമായി തമിഴിൽ പാടിപ്പിച്ചതും MSV ആണ്. പ്രശസ്ത പിന്നണി ഗായിക സ്വർണലത ആദ്യമായിട്ട് സിനിമയിൽ 14 വയസ്സിൽ പാടിയതും MSVയുടെ സംഗീതത്തിലാണ്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായ നീരാറും കടലുടുത്ത് എന്ന പാട്ടിന് സംഗീതം ചെയ്തത് MSV ആണ്. എത്രയെത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം മലയാള ഗാനശാഖയ്ക്ക് നൽകിയത്. നാടൻ പാട്ടിൻ്റെ മടിശീലക്കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി സ്വർഗനന്ദിനി
സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ ഹൃദയവാഹിനി ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തന്നലായി മാറി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പറഞ്ഞാൽ തീരില്ല. കേരള സർക്കാരിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും സംസ്ഥാന അവാർഡ് ലഭിച്ച അദ്ദേഹം ദക്ഷിണേന്ത്യൻ ഭാഷകളിലായിട്ട് 1000-ലധികം സിനിമകൾക്ക് ഈണം പകർന്നിരിക്കുന്നു. കലൈമാമണി പുരസ്കാരം വരെ അദ്ദേഹത്തെ തേടിയെത്തി. 2015 87-ാം വയസ്സിലാണ് അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായത്. ഇന്ന് നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട MSV സാറിനെ ഓർത്തു പറയുന്നത്, യക്ഷഗാനം എന്ന സിനിമയിൽ വയലാറിൻ്റെ വരികൾക്ക് മിശ്ര ശിവരഞ്ജിനി രാഗത്തിൽ അതിസുന്ദരമായൊരു ഗാനം അദ്ദേഹം ചെയ്തു. നമ്മളുടെ പ്രിയപ്പെട്ട ജാനകിയമ്മയാണ് അത് പാടിയിരിക്കുന്നത്. നിശീധിനി എന്ന അതിസുന്ദരമായ ആ ഗാനം ഇന്ന് NSK രാഗാസ് ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു, ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ ശ്രദ്ധേയ ശബ്ദമായ റീനാജിയിലൂടെ. പ്രിയപ്പെട്ടവരെ, MSV സാറിൻ്റെ
തേനോലുന്ന സംഗീതത്തിൽ വയലാർ സാറിൻ്റെ അർത്ഥവത്തായ വരികളിൽ ജാനകിയമ്മ നമ്മളെ പാടി കോൾമേർ കൊള്ളിച്ച നിശീധിനി എന്ന ഗാനം ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ മധുരിമയാർന്ന ശബ്ദത്തിനുടമയായ റീനാജിലൂടെ നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനവും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. NSK രാഗാസിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്